എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നത്. ഇന്നത്തെ വീഡിയോ നല്ല മനോഹരമായ രണ്ട് ഗാനം ഇവിടെ വിഷ്ണു നമ്പൂതിരി ആലപിക്കുന്നുണ്ട്. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, 1000 പാദസ്വരങ്ങൾ എന്ന മനോഹരമായ രണ്ട് ഗാനം ഇവിടെ വിഷ്ണു നമ്പൂതിരി ആലപിക്കുന്നുണ്ട്. അപ്പം അതിനു മുൻപ് ഒരു ചെറിയ കാര്യം പറയട്ടെ. അത് മറ്റൊന്നുമല്ല, ഇന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളിലും കോളേജിലുമൊക്കെ പോയി വരുന്നുണ്ട്. നമ്മൾ എല്ലാ വീടുകളുമല്ല, കുറച്ചു പേരെങ്കിലും നമ്മൾ വളരെയധികം ഭയപ്പാടോടുകൂടി നമ്മുടെ കുട്ടികളെ കാണേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയും എൻ്റെ കുട്ടി അങ്ങനല്ല, എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം പോലെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോരോ കഥകൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, യോ എൻ്റെ കുട്ടി അങ്ങനെയായ. അതുകൊണ്ട് സ്കൂളിലും കോളേജിലും പോയിട്ട് വരുമ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും അവരുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അവർ മുറ്റത്തിരുന്ന് കളിക്കും, അതല്ലെങ്കിൽ ചേച്ചിമാരുടെ കൂടെയോ കുഞ്ഞു അനിയന്മാരുടെ കൂടെയോ ചേട്ടന്മാരുടെ കൂടെയോ ഒക്കെ ഇരുന്ന് നമ്മുടെ കുട്ടികൾ ഇരുന്ന് കളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ചുറ്റുമതിലുണ്ട്, ഗേറ്റ് ഉണ്ട്, ആരും ഇവിടെ കടന്നു വരില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലെന്ന് പറയുന്നത് പോലെ ഭിക്ഷാടകർക്കും കഞ്ചാവും മയക്കുമരുന്നിനുമൊക്കെ ആയിട്ട് കഴിയുന്നവർക്ക് കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ അങ്ങനെയൊന്നുമില്ല. ഇവർ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തോണ്ട് പോകുന്ന വലിയ കുട്ടികളെയും പൊക്കിയെടുത്തോണ്ട് പോകുന്നു. അപ്പോൾ നമ്മൾ കരുതലോടും ശ്രദ്ധയോടും ചുറ്റുപാടുകളും ശ്രദ്ധിക്കണം. നമ്മുടെ മതിൽക്കെട്ടിനകത്ത് ആരെങ്കിലും വന്ന് പതിഞ്ഞിരിക്കുന്നുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളെ പൊക്കിയെടുത്തോണ്ട് പോകണം, അവരുടെ കൂടെ ഇരുന്ന് കളിക്കല്ലേ, ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കല്ലേ എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതലോടും ശ്രദ്ധയോടും കൂടി എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വിഷ്ണു നമ്പൂതിരിയുടെ നല്ലൊരു മനോഹരമായ ഗാനം കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. മോഹജടിലം തമസാകെ മാഞ്ഞു പോകുമ്പോ ഉള്ളിൽ നമഃശിവായ സുകൃതമന്ത്രം ഉദയമാകേണം. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. സൂര്യനും ചന്ദ്രനും ഇരുമിഴിയാകും, ഭൂതനാഥനന്റെ പീഠമെന്നിൽ തീർത്ഥം തൂകി. സൂര്യനും ചന്ദ്രനും ഇരുമിഴിയാകും, ഭൂതനാഥനന്റെ പീഠമെന്നിൽ തീർത്ഥം തൂകി. അഴലുകൾ കൂവളമാക്കി അവസത നീധാരയാക്കി. അഴലുകൾ കൂവളമാക്കി അവസത നീധാരയാക്കി. ഒരു ജന്മം നടത്തല്ലാൻ അടിയനെത്തി. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. മൂഢനും ഭ്രാന്തനും സ്വയമുണരാ, നീയേ ഔഷധമായി മാറുന്ന ധ്യാനമൂർത്തി. മൂഢനും ഭ്രാന്തനും സ്വയമുണരാ, നീയേ ഔഷധമായി മാറുന്ന ധ്യാനമൂർത്തി. അലങ്കാരം ഭിക്ഷയാക്കാം, അഹങ്കാരം വർജ്യമാക്കാം. അലങ്കാരം ഭിക്ഷയാക്കാം, അഹങ്കാരം വർജ്യമാക്കാം. പ്രപഞ്ചത്തിൻ ഗുരുവല്ലോ ദക്ഷിണാമൂർത്തി. ഭസ്മ
പസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപ്പെടുന്ന വേദനയോ വേരിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിങ്കൽ ഗതവും ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. അങ്ങനെ വിഷ്ണു നമ്പൂതിരിയുടെ മനോഹരമായ 2 ഗാനം കേട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.